ഇതും കൂടെ കഴിയും. എന്തിനാ കഴിക്കാൻ എനിക്ക് തിരി എടുത്ത് തരുന്നത്? നാളെ രാത്രി കടലിൽ പോകുമ്പോ കത്തിക്കാനുള്ള മണ്ണെണ്ണയാണ് ഞാൻ എടുത്ത് കുടിക്കാൻ. ഈ തിരിയും കൂടെ കഴിക്കാണ് അണ്ണാക്കി വെച്ച് കത്തിക്കാൻ. ചേട്ടൻ ഏതാ? ഞാൻ ഉക്രൈൻ ഗവർണർ ജിതിൻ ബാവ. ശരിക്കും എടാ എന്നെ കണ്ടാ മനസ്സിലാക്കില്ല ഞാൻ കടലിൽ പോകുന്ന മീൻപിടുത്തക്കാരനാണെന്ന്. ചേട്ടൻ എന്തിനാ കടലിലോട്ട് പോകുന്നത്? പറഞ്ഞുതരാം. ഞാൻ എന്നും കടലിന്റെ നടുക്ക് പോയിട്ട് ചെമ്പല്ലീനിയോ വരാല്ലോ കുളിപ്പിച്ച് കിടത്തി പെറ്റിക്കോട്ട് ഇട്ട് കരയും വെച്ച് അവരെ അംഗനവാടിയിലോട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് കരയിലോട്ട് പോയി. ശരിക്കും ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. പേരെന്തോ കൊണ്ട് അറിവാളൻ. അറിവാളയുടെ ആരുമല്ല, അറിവാളൻ. അല്ല നീ എവിടെ വലിക്കേറി വരുന്നത്? ഞാൻ ശ്രീലങ്കയിൽ വരിക. കേട്ടിട്ടില്ലേ ശ്രീലങ്ക? അറിയാം, ഇന്ത്യയുടെ കൂട്ടി ചേര വലിക്കുന്ന സാധനമല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനുണ്ട്. എനിക്കൊരു അച്ഛനുണ്ട്. അച്ഛൻ കുടിൽ വ്യവസായത്തിന്റെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ അപേക്ഷിച്ച പിടിച്ച് ജയിലിലിട്ട്. എന്തൊരു രാജ്യക്കാരാണോ നിങ്ങള്? ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടിൽ വ്യവസായത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തതിന് പിടിച്ച് ജയിലിലാണോ ഉള്ളത്? അട്ടെ എന്റെ വ്യവസായം ബോംബ് നിർമ്മാണം. അതിനൊക്കെ ഉണ്ടല്ലോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന് കുറെ സ്വത്തും ഒരു വലിയ വീടും ഉണ്ട്. അച്ഛൻ ഈ സ്വത്തെല്ലാം വിറ്റിട്ട് ഒരു കപ്പലിന്റെ ബിസിനസ് തുടങ്ങി. അത് പൊട്ടിപ്പോടാ. അതിനുശേഷം ബാക്കി മിച്ചമുള്ള ഈ വീട്. അച്ഛൻ ഈ വീട് വിറ്റിട്ട് ഒരു ബോട്ടിന്റെ ബിസിനസ് തുടങ്ങി. അത് വെട്ട് നില പൊട്ടിച്ചടാ. ബാക്കിയുള്ള മിച്ചമുള്ള എല്ലാം വിറ്റ് കഴിഞ്ഞാൽ അച്ഛന് ഒന്നും തുടങ്ങാൻ പറ്റില്ല. അതൊന്ന് ബാക്കിയുള്ള വെച്ചിട്ട് അച്ഛന് ഒന്നും തുടങ്ങാൻ പറ്റാത്തത്. ബാക്കി മിച്ചമുള്ള അരയെ കെട്ടിയിരുന്ന കറുത്ത രണ്ട് വിറ്റ് കഴിഞ്ഞാൽ എന്തോ വിട്ടാനാ? അല്ല നീ എന്തിനാ ഈ കടലിലോട്ട് എടുത്തി ആടി? അതോടാ കാര്യം പറയടാ. എനിക്കൊരു കാമുക ഉണ്ടായിരുന്നു, തേൻമൊഴി. അവളെന്നെ എപ്പോഴും തെറി വിളിക്കും. ആഹാ തേൻമൊഴി. ഞാനും അവളുമായിട്ടുള്ള കല്യാണം വരെ മുടങ്ങി. കാര്യം ഞാൻ ഒരു മണ്ടനാണ് അവള് പറയുന്നത്. അവള് നിന്നെ ഇത്ര മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ അവളെ കെട്ടുന്നതാണ് നല്ലത്. ചേട്ടാ അല്ല നീ എന്തിനീ കടലിലോട്ട് എത്തിയാടി? അതോടാ ചേട്ടൻ കേൾക്കണം. അതിന് നീ പറയണം. ഞാൻ പറയാം. അതൊരു പഴയ കഥയാ. മിണ്ടരുത്. ഒരു തിമിംഗലം നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ? ആക്രമിച്ച് കൊല്ലട്ടെ ചേട്ടാ. ചേട്ടാ ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പണ്ട് ഭയങ്കര സുന്ദരനായിരുന്നു. കുരിശോട്ട് നീ പറയുന്നുണ്ടോ? തിമിംഗലം ചിരിച്ചോണ്ട് ലോകം. ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ശരിക്കും ഒരു എണ്ണം കെട്ടവനായിരുന്നു. എന്താ അങ്ങനെ? ചേട്ടാ കേൾക്കണം. എന്റെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ ഒരു ദിവസം കടലിന്റെ കരയെ പോയിട്ട് കടലമ്മ കള്ളിന്ന് എഴുതി വെച്ച്. എന്നിട്ട് ഈ തിര വന്നത് മായ്ച്ചിട്ടങ്ങ് പോയി. ഇത് കണ്ടുകൊണ്ട് ഞാനും കടലിന്റെ കരയെ പോയിട്ട് കടലമ്മ കള്ളിന്ന് എഴുതി വെച്ചു. തിര വന്ന് മായ്ച്ചിട്ട് പോയി. അതിനിപ്പോ എന്താ തിരയാകുമ്പോ മായ്ച്ചിട്ട് പോകും. അപ്പൊ നീ എങ്ങനെ എണ്ണം കെട്ടവനാണ്? ഈ തിര വന്ന് മായ്ച്ചിട്ട് പോയിട്ട് കടലിൽ തിരിച്ച് എഴുതി വെച്ചേക്കുന്നത്. നിന്റെ അച്ഛനാ കള്ളിന്ന്. അത്രയ്ക്ക് ഗതി കെട്ടവനാണ് ഞാൻ. ഇനി അങ്ങനെയൊന്നും പറയല കേട്ടോ. നിനക്കൊരു കാമുകയുണ്ടോ തേൻമൊഴി? ചേട്ടാ പേര് ഓർമ്മിപ്പിക്കരുത്. ഒരു തള്ളക്ക് വേണ്ടി ചെവിക്കൂടെ കയറി ചേട്ടാ. അപ്പെന്തിനാ നിന്നെ ഇങ്ങനെ കയറി വിളിക്കുന്നത്? ചേട്ടാ കേൾക്കണം. അതിന് നീ പറയണം. ഞാൻ പറയാം. ഞാൻ അവളെ ഒരു ദിവസം ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സെറ്റ് ചോക്ലേറ്റും കുറെ റോസാപ്പൂക്കളും വാങ്ങിച്ചു കൊടുത്തു. അന്നാണ് അവളെന്നെ ആദ്യമായിട്ട് തെറി വിളിച്ചത്. എന്തൊരു കാമുകയാടാ നീ. അവൾക്ക് റോസാപ്പൂവും ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്തതിന് തെറിയാണോ വിളിക്കണ്ടേ? നീ എന്നാണ് അവൾക്ക് അത് വാങ്ങിച്ചു കൊടുത്തത്? അവിടെ അച്ഛൻ മരിച്ചതിന്റെ ഇത് മാത്രമല്ലെന്ന്. ഞാൻ ഇവളുടെ കൂടെ സിനിമ ആണ് തിയേറ്ററിൽ പോയപ്പോ വാ കൂടെ എന്റെ കൂടെ കൂട്ടി. അത് നീ എവളെന്നെ വീണ്ടും തെറി വിളിച്ചു കേട്ടാ. ഈ മക്കളെ പെൺപിള്ളാരാകുമ്പോ ഇച്ചിരി ഈഗോ ഒക്കെ കാണും. പക്ഷെ കൂട്ടുകാരനെ സിനിമ കാണിക്കാൻ കൊണ്ടുപോയി തെറി വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചേട്ടാ ബാബു കൂട്ടുകാരല്ലെന്ന്. പിന്നെ മാമിയുടെ വീട്ടിൽ ആട്. പക്ഷെ 2:30 സിനിമ കാണാൻ കയറി ഞങ്ങൾ തിരിച്ച് 9 മണിക്കാ വീട്ടിൽ വന്നത്. എന്തായാലും പരിപാടി ആട്ടുകാട്ട് മൊത്തം പുറക്കിട്ട് പോയാൽ മതി. തിയേറ്ററിൽ ഉടമസ്ഥൻ പറഞ്ഞു. അതാണ് ഇത്ര നേരം എടുത്തത്. ഈ ആട് കാരണം എനിക്കൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന്. അതിന് ഞാൻ ഒരു ദിവസം ഒരു ആടിനെ വാങ്ങിച്ചോണ്ട് ബസ്സിൽ പൊക്കോണ്ടിരിക്കുക. ഈ ആട്ടുംകാട്ടം ബസ് വീണ് കഴിഞ്ഞാൽ കണ്ടക്ടർ അപ്പ തെറി വിളിക്കും. ഞാൻ അതുകൊണ്ടോ ഇത് വീണ്ടും ആട്ടുംകാട്ടം പിറക്കിയെടുക്കും പോക്കറ്റിലെടുക്കും, പിറക്കിയെടുക്കും പോക്കറ്റിലെടുക്കും. പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടിയൊക്കെ പിന്നെ വീട്ടിൽ ചെന്നപ്പോഴാണ് വിഷയം. എന്ത് കപ്പലണ്ടി അതുപോലെ ഇരിക്കും, നാട്ടുംകാട്ടം കാണുന്നില്ല. അല്ല നിനക്ക് ജോലി കൂലിയൊന്നും ഇല്ല? ചേട്ടാ എനിക്ക് ജോലി ഉണ്ടെന്ന്. ഞാൻ JCB ഡ്രൈവറല്ലേ. പക്ഷെ അതിലും എനിക്കൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ JCB ഓടിച്ചോണ്ട് ഇങ്ങനെ പോയിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോ ഈ തേൻമൊഴി അവിടെ ബന്ധുക്കാരും കൂടെ മമ്മട്ടിയും വെച്ചോണ്ട് എന്തോ കുഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ JCB ഡ്രൈവറും കൂടെ ആണ്. എന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവര് കുഴിച്ചോണ്ടിരുന്നത് ഈ JCBക്ക് അങ്ങ് കുത്തി തള്ളി മറിച്ച്. അതിനുശേഷം എവിടെ മാത്രമല്ല എവിടെ ബന്ധുക്കാരും കൂടെ എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. എന്തൊരു ബന്ധുക്കാരാണ് അവര് കുത്തിക്കൊണ്ടിരുന്ന സാധനം നീ കുത്തിയെടുത്ത് മറിച്ചിട്ട് നീ നല്ല കാര്യമല്ലേ ചെയ്തേ. ഇനി തെറി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ അവരെന്തായിരുന്നു കുത്തിക്കൊണ്ടിരുന്നത്? നമ്മുടെ അച്ഛൻ മരിച്ചില്ല, അതിന്റെ അച്ഛൻ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ മഹാഭാവി അവരുടെ അച്ഛന്റെ അച്ഛനാണ് നീ കുത്തിയെടുത്ത് കളഞ്ഞത്. ചേട്ടാ അച്ഛനും കൂടെ എന്നെ ഇങ്ങനെ ഉപദേശിക്കരുത്. ഞാൻ പറയുന്ന കേക്ക്. ഈ പെൺപിള്ളാരുടെ മനസ്സുണ്ടല്ലോ ലോല മനസ്സ്. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തോട്ട് വരും. ചേട്ടാ ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. യവക്ക് ഈ തേങ്ങയുടെ പൊങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഈ തേങ്ങയുടെ പൊങ്ങ് യവക്ക് സമ്മാനമായിട്ട് കൊടുത്തു.
അന്ന് എവിടെ തെറിയും വിളിച്ച് എവിടെ ബന്ധുക്കാരി വളഞ്ഞിട്ട് തന്നെ ഇടിക്കുകയും ചെയ്തു. ഇവിടെ എന്തൊരു കുടുംബക്കാരാണ്. സോ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുത്തതിന് തെറി വിളിക്കാൻ ചുറ്റിട്ട് ഇടിക്കുകയാണ് ചെയ്യേണ്ടത്. നീ എവിടുന്നാ പൊങ്ങെടുത്തത്? അവിടെ അച്ഛന്റെ കല്യാണിക്കുഴി നട്ടിരുന്നത് എങ്ങനെ? മഹാഭാവി. പക്ഷെ ഞാൻ അന്തസ്സുള്ളവനാ ചേട്ടാ. എവിടെ വീട്ടുകാരെല്ലാരും കൂടെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നിനക്കിനി എവിടെ വേണോടാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ താണ്ടെ എന്റെ ഈ കാല് പൊക്കിയിട്ട് എന്റെ ഈ തള്ളവെള്ളം കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാ കാല് തള്ളവെള്ളം പൊക്കി വേണ്ടാന്ന് പറഞ്ഞു? ബാക്കി എന്തെങ്കിലും അനങ്ങണ്ട ചേട്ടാ, എല്ലാം അടിച്ചൊടിച്ചിട്ടേക്കോ. ഈ തള്ളവെള്ളം മാത്രം അനങ്ങുന്നുള്ളായിരുന്നു. 3-4 മാസത്തേക്ക് എന്റെ കണ്ണും നാക്കും കയ്യും എല്ലാം ഇവായിരുന്നു. ഏത് വേഷം കിട്ടിയാലും ഇവൻ ചെയ്യും. വേഷം കൊടുക്കാൻ സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടിയല്ലേ. പക്ഷെ ഇനി ഞാൻ അവളെ വീട്ടിൽ പോകുമ്പോ അവരെന്നെ ഇരു കയ്യോടെ സ്വീകരിക്കും. അതെന്താ ചേട്ടാ കേൾക്കണം. കഴിഞ്ഞ മാസം എവളുടെ ബന്ധുക്കാരും കൂടെ കടല് കാണാൻ വന്നപ്പോ കളഞ്ഞു പോയൊരു സാധനമുണ്ട്. അത് ഞാൻ കഷ്ടപ്പെട്ട് കടലിൽ മുങ്ങി തപ്പി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോ ഉറപ്പായിട്ടും അവരെന്നെ ഇരു കയ്യോടെ സ്വീകരിക്കും. അയ്യോ, ഇത്രയും നാളും എനിക്ക് അന്നം തന്ന ഈ കടലിനോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് എവനെയായിട്ട് ഞാൻ ഈ കടലിന് നാശമാക്കുന്നില്ല. പിന്നെ ഞാൻ തന്നെ ചാടി ചാവാൻ പോവാടാ.